ഇറാനിലെ ഇഷ്ഫാൻ സിറ്റിയിലെ ഇറാനിയൻ ഡിഫൻസ് ഫെസിലിറ്റി ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു. കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സൗതേൺ ഇസ്രായേലിലേക്ക് എത്തിയ ഇറാൻ ഡ്രോൺസ് ഇസ്രായേൽ അടിച്ചിട്ടിരിക്കുന്നു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഹൈഫയിലെ ഇസ്രായേലിന്റെ ഓയിൽ റിഫൈനറി പൈപ്പ് ലൈനുകൾക്ക് തകരാറ് പറ്റിയിരിക്കുന്നുണ്ട്. എന്നാൽ റിഫൈനറി ഫെസിലിറ്റീസ് ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ്. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ഇന്റലിജൻസ് ഏജൻസിയിലെ 2 ആളുകളെ ഇറാൻ പിടികൂടിയിരിക്കുന്നു. ഇറാഖിന്റെ ഇസ്ഫഹാനിലെ ഇറാനിയൻ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ഇസ്രായേൽ ആക്രമിച്ചെന്ന് IDFന്റെ അറബിക് ലാംഗ്വേജ് സ്പോക്ക് പേഴ്സൺ അവിചൈ അദ്രയി എക്സിൽ പോസ്റ്റ് ഇട്ടു. റിപ്പോർട്ട് പ്രകാരം ഇനിയും ഇറാനിലെ നയതന്ത്രപ്രധാനമായ മേഖലയിൽ ശക്തമായി അടിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇറാനിലെ 720 സൈനിക കേന്ദ്രങ്ങൾ, 170-ൽ കൂടുതൽ മറ്റ് ടാർഗറ്റുകൾ ആക്രമിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ടെൽ-അവീവ് തലസ്ഥാനത്ത് ഹെഡ്ക്വാർട്ടർ ഇറാൻ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു. അതേ തുടർന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ടെഹ്റാനിലെ ഇറാനിയൻ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. അതിൽ 80 ടാർഗറ്റുകൾ ഉൾപ്പെടെ ഇറാനിയൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഹെഡ്ക്വാർട്ടേഴ്സും തകർത്തു. ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ ടാർഗറ്റുകൾ അണുവായുധം നിർമ്മിക്കാനാവശ്യമായ റോ മെറ്റീരിയൽസ് ലാബോറട്ടറികൾ ഇസ്രായേൽ അടിച്ചിരിക്കുന്നു. ഏകദേശം 50ഓളം വരുന്ന ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളാണ് 80 ലക്ഷ്യങ്ങൾ ഭേദിച്ചിരിക്കുന്നത്. ഇറാന്റെ മിലിറ്ററി വ്യവസായത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ധന ശേഖരണം ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നു. ഇറാനിലുള്ള ഇന്ത്യക്കാർക്ക് ഇന്ത്യ അറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇറാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാരും ഇന്ത്യൻ ഒറിജിനുമായവരും എംബസിയുമായി ബന്ധം നിലനിർത്തുക, ഇറാനിൽ അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക, എംബസിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്ത് വെക്കാനും അതിൽ അടിയന്തരമായി എംബസിയെ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പറും കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഇറാന്റെ ഒരു കൂട്ടം മിസൈലുകൾ വീണാക്രമിക്കപ്പെട്ട സ്ഥലമായ ബാത്ത് യാം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ നെതന്യാഹു സന്ദർശിച്ചിരുന്നു. ഇസ്രായേൽ പൗരന്മാരെ ആക്രമണത്തിൽ കൊല്ലുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് നെതന്യാഹു ഇറാനെ ഓർപ്പിച്ചു. ഇസ്രായേൽ പൗരന്മാരെ സംരക്ഷണാർത്ഥം ഹോം ഫ്രണ്ട് കമാൻഡ്സിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇതുവരെ 13 ഇസ്രായേൽ പൗരന്മാർ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാൻ വീണ്ടും ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ വിട്ടിരിക്കുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പറഞ്ഞ വാക്കുകൾക്ക് ശേഷമായിരുന്നു ആക്രമണം. ജൂൺ 30 വരെ ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 14 ആണവ ശാസ്ത്രജ്ഞരാണ് ഇസ്രായേൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ കാർ ബോംബടക്കം ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിലെ ഗൗതം അദാനിയുടെ ഹൈഫ പോർട്ടിന് കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ലെന്നും പ്രവർത്തനക്ഷമമാണെന്നും അറിയിച്ചു. ഇറാനിൽ ഇസ്രായേലിന്റെ 2 മിസൈലുകൾ സെൻട്രൽ ടെഹ്റാനിൽ വീണിരിക്കുന്നു. അതേ തുടർന്ന് സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ നില: 10 പൗരന്മാർ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഞായറാഴ്ച ഇറാൻ മിസൈൽ ആക്രമിച്ച ബാത്ത് യാമിൽ 3 പേരെ കാണാനില്ല. ഹൈഫ പ്രവിശ്യയുടെ കിഴക്കിലെ തമാര അറബ് നഗരത്തിൽ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിനുണ്ടായ ആക്രമണത്തിൽ 4 ആളുകളും കൂടി കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ഇറാന്റെ അയത്തുള്ള ഭരണകൂടത്തിന്റെ മുക്കിലും മൂലയിലും കയറി ഇസ്രായേൽ അടിക്കുമെന്ന് നെതന്യാഹു ഇറാന് താക്കീത് കൊടുത്തു. ഇപ്പോഴത്തെ ഇറാന്റെ നില: ഇറാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ഇറാനിലെ എയർ ഡിഫൻസസ്, ന്യൂക്ലിയർ സൈറ്റ്സ്, മിലിറ്ററി താവളങ്ങൾ ലക്ഷ്യം വെച്ച് തകർക്കുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ 78 ഇറാനിയൻസ്, 6 മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരടക്കം കൊല്ലപ്പെട്ടു. ഇറാന്റെ ഡിഫൻസ് മിനിസ്ട്രി ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ്രായേൽ ലക്ഷ്യം വെച്ച് അടിച്ചിടുന്നു. ഇറാന്റെ 170-ലധികം ലക്ഷ്യങ്ങളാണ് ഇസ്രായേൽ ഭേദിച്ചാക്രമിച്ചിരിക്കുന്നത്. 700-ലധികം മിലിറ്ററി താവളങ്ങളും 3 ദിവസം കൊണ്ട് ആക്രമണത്തിന് ഇരയാക്കി.